നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു മുറി കണ്ടപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷായി. ഇനി ഞാനിങ്ങ് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ ഇനി വിഷ്ണുവേട്ടന്റെ മുന്നിൽ എങ്ങനെ ചെല്ലും? സത്യമ്മ കൂടെ ഉണ്ടല്ലോ, പിടിച്ചു കയറാൻ അത് തന്നെ രക്ഷ. എന്താ വിഷ്ണുവേട്ടാ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം. ഞാനാണോ നിന്നെ പറഞ്ഞു പറ്റിച്ച കള്ളക്കാമുകൻ? വിഷ്ണുവേട്ടാ, അത് ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. എന്റെ നിവൃത്തികേട് കൊണ്ടാ. ഇനി നീ നിന്റെ പഴംപുരാണം പറയാൻ നാവ് ഉയർത്തിയുണ്ടല്ലോ, ഈ വിഷ്ണുന്റെ പഴയ രൂപം നീ കാണും കേട്ടാ. അത് നിനക്കൊരു പക്ഷെ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ചോദിക്കുക, നിന്റെ ആ കാമുകൻ ഞാനാണോന്ന്? അല്ല. പിന്നെന്തിനാ നീ അവരുടെ മുമ്പിൽ വെച്ച് എന്റെ പേര് പറഞ്ഞേ? എന്നെ ഇവിടെ ഇറക്കി വിടാതിരിക്കാനാ. ഓ, അപ്പോഴും നീ നിന്റെ മാത്രം നിലനിൽപ്പാണ് നോക്കുന്നേ അല്ലേ? എടി, എന്ത് മനസ്സാടി നിന്റെ? എടി, നിന്റെ സ്വന്തം അച്ഛനും അമ്മയല്ലേടി ഇവിടെ വന്ന് കരഞ്ഞിട്ട് പോയത്? ആ വന്നിരിക്കുന്നത് എന്റെ അച്ഛനും അമ്മയാണ്. അവർക്കൊപ്പം എനിക്ക് പോണമെന്നുള്ള ഒരൊറ്റ വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ അവരിപ്പോ ഇന്ന് ഇവിടുന്ന് നാണം കെട്ട് പോവായിരുന്നോ? ഈ ഊരാ കൊടുക്കുന്ന എനിക്കൂടി ഒന്നും രക്ഷപ്പെടാറില്ലേ? ജനിപ്പിച്ച മകളുടെ അച്ഛനും അമ്മയാണെന്ന് അവര് തെളിയിക്കാൻ വേണ്ടി എന്ത് രേഖയാണ് അവർ കൊണ്ടുവരണ്ടേ? അത് ചോദിച്ചത് വിഷ്ണുവേട്ടന്റെ അമ്മയാ, അല്ലാതെ ഞാനൊന്നും അല്ല. കാർത്തിക, അമ്മയ്ക്ക് ചോദിക്കാം. അമ്മയുടെ ആരുമല്ല അവര്. അതുപോലാണോടി നീ? സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ മകൾ ഒരു അന്യ പോലെ നിൽക്കുമ്പോ പിന്നെ അവരിവിടെ വന്ന് എന്തു പറയാനാ? വിഷ്ണുവേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ഇവിടുന്ന് പോണോങ്കിൽ പോവാം. പക്ഷെ ഞാൻ എന്റെ നാട്ടിലേക്ക് പോവില്ല. എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാ നമ്മൾ ഇവിടെ വെച്ച് ഏതവസ്ഥയിലാണോ കണ്ടുമുട്ടിയത് അതേ അവസ്ഥ തിരഞ്ഞെടുക്കാനേ എനിക്ക് മാർഗമുള്ളൂ. ഒരുപക്ഷെ ഈ ഫാനിൽ തന്നെ കെട്ടി തൂങ്ങിച്ചാവും ഞാൻ. നീ എന്നെ ആത്മഹത്യ ഭീഷണി മുഴുക്കി പേടിപ്പിക്കാനാ? ഞാൻ എന്റെ സാഹചര്യം പറഞ്ഞതാ. വിഷ്ണുവേട്ടന് അതേത് രീതി വേണമെങ്കിലും എടുക്കാം. എടി, എന്റെ സാഹചര്യം നീ എന്താടി മനസ്സിലാക്കാത്തെ? എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ. അതിന് നീ എന്നെ സഹായിച്ചേ ഒക്കൂ. ഞാൻ എന്ത് ചെയ്യാനാ വിഷ്ണുവേട്ടൻ ഈ പറയുന്നേ? ഞാൻ നിന്നെ പ്രേമിച്ചിട്ടില്ലെന്നും നിന്റെ കഴുത്തി താലി കെട്ടിയിട്ടില്ലെന്നും എനിക്കൊരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരണം. നീ നിന്റെ നിലയിൽ പോക്കി മറ്റുള്ളവരെ ബലിയാടാക്കുന്നില്ലേ? അതുപോലെ ഞാൻ നിന്നെ ബലിയാടാക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ എനിക്ക് എന്റെ നിലനിൽപ്പ് നോക്കണം. അതിന് നീ ഒപ്പിട്ട് തന്നേ പറ്റൂ. അത് എനിക്കൊന്ന് ആലോചിക്കാം. ഒരാലോചനയില്ല കേട്ടാ. ഞാൻ ഈ മുറിയിൽ നിന്നും പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നീ എഴുതി ഒപ്പിട്ട് തരണം. ഇല്ലെങ്കിൽ നീ കാണാൻ പോകുന്നതേ മാർക്കറ്റിൽ സൈക്കിൾ ചെയിനോ അരയെ ചുറ്റി പണപ്പിരിവിന് പോകുന്ന പഴയ വിഷ്ണുവിനെയായിരിക്കും. കാർത്തികേ, മോളെ കാർത്തികേ, മോളെ കാർത്തികേ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? വരൂ സത്യമേ. എന്നാ പിന്നെ നിങ്ങളുടെ സംസാരം നടക്കട്ടെ, ഞാൻ പിന്നെ വരാം. സോറി, നിങ്ങളെന്തോ സംസാരിച്ചിരിക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല, സത്യമകത്തേക്ക് വന്നോളൂ. വിഷ്ണുവേട്ടൻ ചുമ്മാ ഓരോന്ന്. അമ്മയ്ക്ക് എന്താ പറയാളച്ച പറഞ്ഞോ? എടാ, എനിക്ക് പറയാനുള്ളതേ നിങ്ങളുടെ കല്യാണക്കാര്യം തന്നെയാ. ഒരു കുറവും വരുത്താതെ ആ ചടങ്ങ് നടത്തണമെന്നാ എന്റെ ആഗ്രഹം. ദേ, അതിന് നിങ്ങൾ രണ്ടുപേരും ചേർന്നിരുന്ന് വിളിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഒരാളെ പോലും വിട്ടുപോകാൻ പാടില്ല. നമുക്ക് ഇനി പോയി വിളിക്കാനൊന്നും സമയമില്ല. ഫോണിൽ കൂടെ കാര്യങ്ങൾ പറയാം, അല്ലേ? അല്ലേടാ, അതുപോലെ
അവളെ നോക്കുന്നേ? എടാ, നമ്മുടെ ബന്ധുക്കളുടെ ഫോൺ നമ്പറുകളൊക്കെ അവൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അവൾ എഴുതിക്കോളും. പിന്നെ കാറ്ററിംഗുകാരോട് തീയതി മറ്റൊന്ന് പറഞ്ഞു കൊടുക്കണം. കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ മറ്റോ വരുത്തണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നങ്ങ് തീരുമാനിച്ചാൽ മതി. പിന്നെ വിഷ്ണു, നിന്റെ ഫ്രണ്ട്സിനെ ആരെയും വിട്ടുപോരുത്. ദേ, ആ കമലിനെയൊക്കെ വിളിച്ച് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ പറ. അല്ലെങ്കിൽ ഇനിയൊരു പരാതിക്ക് ഇടവരരുത്. പിന്നെ മോളെ, അവിചാരിതമായിട്ടാണ് വന്നു ചേർന്നെങ്കിലും എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു മോളെ. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു മരുമകൾ എന്റെ മകന്റെ ഭാര്യയായിട്ട് വരുന്ന സന്തോഷത്തിലാണ് ഞാനിപ്പോ. അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ വന്നപ്പോ മോള് വന്ന് വാതില് തുറന്നു. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു മുറി കണ്ടപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷായി. ഇനി ഞാനിങ്ങ് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അയ്യോ, സത്യമ്മയുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം. സത്യമ്മ ഞങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകണമെന്ന ഞങ്ങളുടെ പ്രാർത്ഥന. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. മോളെ, തൃപ്തിയായി, എന്റെ മനസ്സ് നിറഞ്ഞു. ദേ, ഇങ്ങനെയൊരു മരുമകളെ കിട്ടിയത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത നന്മയുടെ ഫലവാ. അവന്റെ പോക്കണ്ടില്ലേ? ഇപ്പൊ തന്നെ ലിസ്റ്റ് തയ്യാറാക്കാനാന്ന് തോന്നുന്നു. അപ്പൊ ഈ ജന്മത്തിൽ നന്മയൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം. പിന്നെ മോളെ, മോളുടെ ആശ്രമത്തിൽ എല്ലാരെയും അറിയിക്കണം. ഒരാളെ പോലും വിട്ടുപോരുത്, കേട്ടല്ലോ? അറിയാം സത്യാമ്മേ. എന്നാ പിന്നെ ഞാൻ താഴേക്ക് ചെല്ലട്ടെ. ഒരുക്കങ്ങളൊക്കെ ഒരുപാടുണ്ട് ചെയ്യാൻ. രക്ഷപ്പെട്ടു. ചില നേരങ്ങളിൽ ഒരു രക്ഷകയുടെ രൂപത്തിൽ വരാൻ സത്യാമ്മയ്ക്ക് നല്ല കഴിവാ. വിഷ്ണുവായിട്ട് എന്നെ കൊണ്ട് ലെറ്റർ എഴുതി വാങ്ങിച്ചിരുന്നെങ്കിൽ പെട്ടിയെടുത്ത് എന്നോട് ഇറങ്ങാൻ പറയേണ്ടവരാ. ഇപ്പൊ വന്ന് സ്നേഹം വിളമ്പിട്ട് പോയത്. ഇപ്പൊ രക്ഷപ്പെട്ടെങ്കിലും വിഷ്ണുവേട്ടനെ ഇതൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. അറിഞ്ഞു തന്നെ നിൽക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അപകടമാണ്. ഇറങ്ങി പോടി. പപ്പി എന്താ ഇവിടെ വന്നിരിക്കുന്നത്? മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ടല്ലോ. സുഖമില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.